CMA എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, എങ്ങനെയാണ് CMAയുടെ SA പാർട്ടിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത്, എങ്ങനെ CMA USA SA സെക്ഷൻ ക്രാക്ക് ചെയ്യാം. ഈ വീഡിയോ ഇതിനുള്ള ആൻസറാണ്. ഹായ് ഓൾ, ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈ സെൽഫ്. മൈ നെയിം ഈസ് ദുൽകിഫിൽ കോട്ട DK. I am a qualified and certified management accountant and a senior faculty for CMA USA at Indian Institute of Commerce, Lakshya. Welcome to this video. ഈ ടോപ്പിനെ കുറിച്ച് ബെറ്റർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പ്രസൻറ്റേഷൻ ഒരു 5 മുതൽ 6 പോയിൻറ്റ്സ് ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഏറ്റവും ഫസ്റ്റ് പോയിൻറ്റ് SA എക്സാമിൻ്റെ മാർക്കിനെ കുറിച്ചുള്ള ബെറ്റർ പിക്ചർ ഉണ്ടാക്കിയെടുക്കുക എന്നാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, CMA USAയുടെ ഓരോ പാർട്ടിൻ്റെയും ടോട്ടൽ മാർക്സ് അത് 500 ആണ്. ആ 500-ൽ ആദ്യത്തെ 75% മാർക്ക് ഈസ് റിസർവ് ഫോർ MCQ. ബാക്കിയുള്ള 25%, അതായത് 500-ൻ്റെ 25%, ദാറ്റ് ഈസ് 125 മാർക്സ് ആണ് SA എക്സാമിനുള്ളത്. അതായത് എക്സാമിന് SA ക്വസ്റ്റ്യൻസിൻ്റെ ടോട്ടൽ മാർക്ക് 125 ആണ്. ഈ 125 മാർക്സിൽ നമ്മൾ 2 സിനാരിയോസ് എക്സ്പെക്ട് ചെയ്യണം. സിനാരിയോസ് ഇൻ ദ കേസ് സ്റ്റഡീസ്. 2 കേസ് സ്റ്റഡീസ് ഉണ്ടാവും. അതിൽ ഓരോ സിനാരിയോസിലും 5 to 6 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എന്ന് വെച്ചാൽ 2 സിനാരിയോസിൽ ടോട്ടൽ 10 to 12 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 10 to 12 സബ് ക്വസ്റ്റ്യൻസ്. മറ്റൊന്ന് ഞാൻ പറഞ്ഞല്ലോ, ഓരോ സിനാരിയോയിലും 5 മുതൽ 6 ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു. അതിൽ തന്നെ ഓരോ സിനാരിയോയിലും ക്വസ്റ്റ്യൻസ് അത് ചോദിക്കുന്നത് ഏതെങ്കിലും ഒന്നിൽ കൂടുതൽ സെക്ഷൻസ് ആയിരിക്കാം. അതായത് SA എക്സാമിന് ഓരോ സിനാരിയോയിലും ഒന്നോ അതിൽ കൂടുതലോ സെക്ഷൻസിൻ്റെ മിക്സിംഗ് ഉണ്ടാവാം. ഫോർ എക്സാമ്പിൾ, പാർട്ട് 2 CMA USAയുടെ പാർട്ട് 2-ൽ സെക്ഷൻ B കോർപ്പറേറ്റ് ഫൈനാൻസിൽ നിന്നും സെക്ഷൻ D റിസ്ക് മാനേജ്മെൻറ്റും ആയിരിക്കാം ആദ്യത്തെ SA ചോദിക്കുന്നത്, ആദ്യത്തെ സിനാരിയോ. രണ്ടാമത്തെ സിനാരിയോ ഒരു പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റും പ്രൊഫഷണൽ എത്തിക്സും ആയിരിക്കാം. ഇതാണ് ഫസ്റ്റ് കാര്യം. സെക്കൻഡ് പോയിൻറ്റ്, CMA എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് SAക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ബൈ ഹാർട്ട് സ്റ്റഡി ചെയ്യേണ്ടതുണ്ടോ, നമ്മൾ മെമ്മറൈസ് ചെയ്യേണ്ടതുണ്ടോ? ഇതിൻ്റെ ആൻസർ പറയുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം ചോദിക്കാം. വാട്ട് ഈസ് എ പർപ്പസ് ബിഹൈൻഡ് SA ക്വസ്റ്റ്യൻ? IMA SAയിൽ എന്താണ് ടെസ്റ്റ് ചെയ്യുന്നത്? കാൻഡിഡേറ്റ്സിൻ്റെ പക്കൽ നിന്ന് എന്താണ് IMA എക്സ്പെക്ട് ചെയ്യുന്നത്? ആദ്യം തന്നെ പറയാമല്ലോ, ഇതൊരു മെമ്മറി ടെസ്റ്റിംഗ് എക്സാം അല്ല, മറിച്ച് നമ്മുടെ അനലിറ്റിക്കൽ സ്കില്ല്, നമ്മുടെ ആപ്ലിക്കേഷൻ സ്കില്ല് ആണ് ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ കൂടുതലൊന്നും ബൈഹാർട്ട് ചെയ്യേണ്ടതില്ല, പക്ഷേ തീരെ ബൈഹാർട്ട് ചെയ്യേണ്ടതില്ല എന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് സർട്ടൻ സെക്ഷനിൽ ചില പോയിൻറ്റ്സുകൾ നമ്മൾ ബൈഹാർട്ട് ചെയ്യേണ്ടതുണ്ട്. ഫോർ എക്സാമ്പിൾ, പാർട്ട് 2 സെക്ഷൻ D നിങ്ങൾക്കറിയാം റിസ്ക് മാനേജ്മെൻ്റ് ആണ്. അതിൽ കോസോയുടെ ഫ്രെയിംവർക്ക്, ERM ഫ്രെയിംവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ERM ഫ്രെയിംവർക്കിൻ്റെ പ്രിൻസിപ്പൾസും കോമ്പണൻസും നമ്മൾ ബൈഹാർട്ട് ചെയ്യേണ്ടതുണ്ട്. പാർട്ട് 2 സെക്ഷൻ Fൻ്റെ പ്രൊഫഷണൽ എത്തിക്സിൽ ചില പ്രിൻസിപ്പൾസും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ്സിൻ അണ്ടറിലുള്ള IMA മെമ്പേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റീസും നമ്മൾ ബൈഹാർട്ട് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, CMA എക്സാം ടോട്ടൽ ബൈഹാർട്ട് ചെയ്യേണ്ടതില്ല, പക്ഷേ ചില സെക്ഷനിൽ ചില ഏരിയാസ് എക്സാമിന് വേണ്ടി നമ്മൾ ബൈ ഹാർട്ട് സ്റ്റഡി അല്ലെങ്കിൽ മെമ്മറൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ക്ലിയർ ആണോ? ഞാൻ പറഞ്ഞല്ലോ, CMA USAക്ക് ടെസ്റ്റ് ചെയ്യുന്നത് അനലിറ്റിക്കൽ സ്കില്ലാണ്, ആപ്ലിക്കേഷൻ സ്കില്ലാണ്. ഇതിന് ഞാനൊരു എക്സാമ്പിൾ പറയാം. CMA USAയുടെ പാർട്ട് 1 സെക്ഷൻ E, ദാറ്റ് ഈസ് ഇൻറ്റേർണൽ കൺട്രോൾ. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ടോപ്പിക്കാണ് സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടീസ്, അല്ലേ? ഏതൊക്കെ ഡ്യൂട്ടീസാണ് സെഗ്രിഗേറ്റ് ചെയ്യേണ്ടത്? തിയററ്റിക്കൽ നമ്മളത് പഠിച്ചിട്ടുണ്ട്. SAയിൽ എങ്ങനെയായിരിക്കും ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്? ഒരു കമ്പനിയെക്കുറിച്ചുള്ള കേസ് തരാം, അതിൻ്റെ ബിസിനസ് മോഡൽ, അതിൻ്റെ ഓപ്പറേഷൻസ് എല്ലാം തന്നിട്ട് അതിൽ നിന്ന് നമ്മളോട് ചോദിക്കും ഏതൊക്കെ ഡ്യൂട്ടീസാണ് സെഗ്രിഗേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആ SA ക്വസ്റ്റ്യൻസ് വായിച്ച് ആ കമ്പനിയുടെ പിക്ചർ മനസ്സിലാക്കി അതിൻ്റെ ഓപ്പറേഷണൽ ആക്ടിവിറ്റീസും ഡ്യൂട്ടീസും മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ പഠിച്ചിരിക്കുന്ന സെഗ്രിഗേഷൻ ഡ്യൂട്ടീസിൽ ഏതാണ് ഈ കമ്പനിയിൽ അപ്ലൈ ചെയ്യേണ്ടത് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് വെക്കണം. ഈ രീതിയിലാണ് SAക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പാർട്ട് 2 സെക്ഷൻ D റിസ്ക് മാനേജ്മെൻറ്റ്. നമ്മളെല്ലാവരും റിസ്ക് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജീസ് പഠിച്ചിട്ടുണ്ട്. ഇവിടെ എങ്ങനെയായിരിക്കും ചോദിക്കുന്നത്? ഇതുപോലെ ഒരു കമ്പനിയുടെ ബിസിനസ് മോഡലും ആ ബിസിനസ് മോഡലിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന റിസ്കിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്രസൻറ്റേഷൻ, ഒരു കേസ് സ്റ്റഡി തരും. എന്നിട്ട് വി വിൽ ബി റിക്വയർഡ് ടു ഐഡൻറ്റിഫൈ ദ ടൈപ്സ് ഓഫ് റിസ്ക്, അല്ലെങ്കിൽ ആ കമ്പനി ഫേസ് ചെയ്യുന്ന റിസ്ക് എങ്ങനെ മാനേജ് ചെയ്യാം, ആ റിസ്ക് മാനേജ് ചെയ്യാൻ എന്തൊക്കെയാണ് സ്ട്രാറ്റജീസ് ഉപയോഗിക്കാം, ഇതൊക്കെ ആയിരിക്കും നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ പ്യൂർലി ഒരു അനലിറ്റിക്കൽ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. അതോടൊപ്പം ഞാൻ പറഞ്ഞ പോലെ ചില ഏരിയാസ് ബൈഹാർട്ട് ചെയ്യേണ്ടതുണ്ട്. അത് നിർബന്ധമായിട്ടും എക്സാമിന് പോകുമ്പോൾ ബൈഹാർട്ട് ചെയ്തിരിക്കണം. ഓക്കെ, ഈ ക്വസ്റ്റ്യനിലേക്കുള്ള മൂന്നാമത്തെ ഒരു കീ പോയിൻ്റാണ് ടൈം മാനേജ്മെൻറ്റ്. ഏതൊരു എക്സാമിനും ഏത് ടൈപ്പ് ക്വസ്റ്റ്യനിലേക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ ടൈം മാനേജ്മെൻറ്റ്. അതുപോലെ തന്നെ CMA USAയുടെ SA എക്സാമിലേക്കും ടൈം മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
അതായത് ഈ 125 മാർക്സിൻ്റെ എസ് എ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ നമുക്ക് IMA അലോട്ട് ചെയ്തിരിക്കുന്ന സമയം ഇറ്റ് ഈസ് 1 hour 60 മിനിറ്റ് ആണ്. പക്ഷേ ഒരു ഫ്ലെക്സിബിലിറ്റി കൂടിയുണ്ട്. നമ്മൾ MCQ നേരത്തെ കംപ്ലീറ്റ് ആക്കുന്ന സമയത്ത് ആ MCQയിൽ നമ്മൾ സേവ് ചെയ്യുന്ന സമയം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എസ് എ എക്സാമിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഒരു സ്റ്റുഡൻറ്റ് MCQ ക്വസ്റ്റ്യൻസ് 3 hours ആണ് MCQൻ്റെ ടോട്ടൽ ടൈം, അതവൻ 2 hours 45 minutes കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു. അതായത് അവൻ 15 മിനിറ്റ് MCQ പാർട്ടിൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ 15 മിനിറ്റ് അവൻ എന്ത് ചെയ്യാൻ പറ്റും, എസ് എ എക്സാമിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. ഈ സിറ്റുവേഷനിൽ അവൻ്റെ എസ് എ എക്സാമിലേക്കുള്ള സമയം അത് 1 hour + 50 minutes ആയിരിക്കും. ഇതൊരു ഫ്ലെക്സിബിലിറ്റി IMA നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞു, എസ് എയിൽ 2 സിനാരിയോസ് ഉണ്ട്. അതുകൊണ്ട് ഓൺ ആൻ ആവറേജ് നമ്മൾ ഒരു സിനാരിയോ 30 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. 30 മിനിറ്റിനേക്കാളും കൂടുതൽ എടുത്തിട്ട് ഒരു സിനാരിയോ നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റു സിനാരിയോനെ നമ്മൾ അതെന്ത് ചെയ്യും, ബാഡ്ലി ആയിട്ട് ബാധിക്കും. അതുകൊണ്ട് ട്രൈ ടു കംപ്ലീറ്റ് എ സിനാരിയോ വിത്തിൻ 30 minutes. ഇസ് എ ക്ലിയർ? നാലാമത്തെ പോയിന്റ്, നമ്മൾ ആൻസർ ചെയ്യുന്ന രീതി അത് നമ്മൾ പരിചയിച്ചു വന്ന യൂണിവേഴ്സിറ്റി എക്സാമിന് എസ്സേസിന് എഴുതുന്ന പോലെ വളരെ ഇലാബറേറ്റ് ആയിട്ടല്ല, മറിച്ച് CMA USAൻ്റെ എസ് എ ക്വസ്റ്റ്യൻ ആൻസർ വി ക്യാൻ ലിമിറ്റ് ടു 2 or 3 sentences. അതായത് ഒരു ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്ന പോലെയാണ് നമ്മൾ എസ് എ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യേണ്ടത്. നമുക്ക് വേണമെങ്കിൽ ബുള്ളറ്റ് പോയിന്റ്സ് എഴുതാം, അല്ലെങ്കിൽ വളരെ പ്രിസൈസ് ആയിട്ട് ആ ക്വസ്റ്റ്യൻ ആൻസർ മാത്രം എഴുതി വെച്ചാൽ മതി. ഡീപ്പായിട്ട് ഒരുപാട് നീട്ടി വലിച്ച് എഴുതേണ്ട ആവശ്യം CMA USAൻ്റെ എസ് എ ക്വസ്റ്റ്യൻസിലേക്ക് ഇല്ല. CMA എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 5th പോയിന്റ്, എല്ലായ്പ്പോഴും സിനാരിയോ കംപ്ലീറ്റ് ആയിട്ട് വായിക്കുക. പല സ്റ്റുഡൻസും സമയം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് സിനാരിയോ പ്രോപ്പറായിട്ട് വായിക്കാതെ നേരിട്ട് ക്വസ്റ്റ്യൻ വായിക്കും. അത് തികച്ചും തെറ്റായിട്ടുള്ള മെത്തഡാണ്. കാരണം സിനാരിയോ കംപ്ലീറ്റ് ആയിട്ട് വായിച്ചാലേ ആ ക്വസ്റ്റ്യൻ്റെ റിക്വയർമെൻറ്റ്സും കമ്പനിയുടെ ഇൻഫോർമേഷൻസും നമ്മൾ ആൻസർ ചെയ്യേണ്ട സ്റ്റൈലും നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് വെൻ യു പ്രിപ്പയർ ഫോർ എക്സാം, വെൻ യു പ്രിപ്പയർ ഫോർ എസ് എ എക്സാം, ഓൾവേസ് റീഡ് ദ എൻറ്റയർ സിനാരിയോ വായിക്കുക, നന്നായിട്ട് മനസ്സിലാക്കുക, എന്നിട്ട് മാത്രം ക്വസ്റ്റ്യനിലേക്ക് പോവുക. ഇത് മറക്കരുത്. ഇതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ഓർഡർ. അതുപോലെ മറ്റൊരു പോയിൻ്റാണ് പേയിങ് ക്ലോസ് അറ്റൻഷൻ ടു വെർബ്സ്. അതായത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഒരു വെർബ് ഉണ്ടാവും. അതൊരു പക്ഷേ കമൻറ്റ് എന്നായിരിക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ആയിരിക്കാം, ഡിഫൈൻ ആയിരിക്കാം, സജസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള റിക്വയർമെൻ്റ് ആയിരിക്കാം. ഇത് നമ്മൾ തീർച്ചയായിട്ടും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഇതനുസരിച്ച് ആയിരിക്കണം നമ്മുടെ ആൻസർ ചെയ്യേണ്ടത്. അതായത് ഒരു ക്വസ്റ്റ്യനിൽ കമ്പയർ ദ 2 types ഓഫ് കോസ്റ്റിംഗ്, കമ്പയർ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ആൻഡ് വേരിയബിൾ കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതാൻ ശ്രമിക്കേണ്ടത് ആ 2 കോസ്റ്റിങ്ങിൻ്റെ ഡിഫറൻസാണ്, കമ്പാരിസനാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതേസമയം ഡിഫൈൻ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ അതിൻ്റെ ഡെഫിനിഷൻ പോലെ മീനിങ് പോലെയാണ് എഴുതി വെക്കേണ്ടത്. അതേസമയം സജഷൻസ് ആണ് ചോദിക്കുന്നതെങ്കിൽ അവിടെ നമ്മുടെ സജഷൻസ് ആണ് എഴുതി വെക്കേണ്ടത്. ഈ രീതിയിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന വേർബ്സിന് അധികം ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കണം. അതിൻ്റെ ബേസിലായിരിക്കണം നമ്മുടെ ആൻസേഴ്സ് കൊടുക്കേണ്ടത്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. മറ്റൊരു പോയിൻ്റാണ്, ഏതൊക്കെയാണ് CMA എസ്സേക്ക് വേണ്ടിയിട്ടുള്ള സോഴ്സസ് ഓഫ് മെറ്റീരിയൽ. ഒത്തിരി സോഴ്സസ് ഉണ്ട്. ആദ്യമായിട്ട് തന്നെ എല്ലാ വർഷവും IMA അതിൻ്റെ റിട്ടയർഡ് ക്വസ്റ്റ്യൻസ് പബ്ലിഷ് ചെയ്യാറുണ്ട്. ആ റിട്ടയർഡ് ക്വസ്റ്റ്യൻ ഡോക്യുമെൻറ്റ്സിൽ എസ് എ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഉണ്ടാവും. സോ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് തീർച്ചയായിട്ടും ഈ റിട്ടയർഡ് ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യാവുന്നതാണ്. മറ്റൊന്ന്, IMAയുടെ ഒഫീഷ്യൽ പബ്ലിഷേഴ്സ് ആയിട്ടുള്ള ഹോക്ക്, വൈലി, ഗ്ലൈം ഇതുപോലുള്ള ടെക്സ്റ്റ് മെറ്റീരിയൽസിൽ, ടെക്സ്റ്റ് ബുക്സിൽ, അല്ലെങ്കിൽ അവരുടെ ടെസ്റ്റ് ബാങ്ക്സിൽ ഒത്തിരി എസ് എ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനും ഇൻക്ലൂഡ് ആണ്. സ്റ്റുഡൻസ് എന്ത് ചെയ്യാം, അതും ഒരു സോഴ്സ് ഓഫ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. മറ്റൊന്ന്, നമ്മൾ പ്ലെയിൻ ആയിട്ട് വായിക്കുന്ന സമയത്ത്, നോട്ട് ബുക്സ് വായിക്കുന്ന സമയത്ത്, ടെക്സ്റ്റ് വായിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഷോർട്ട് ടൈപ്പ് ആൻസേഴ്സ് അല്ലെങ്കിൽ ഷോർട്ട് നോട്ട്സ് എസ് എക്ക് വേണ്ടിയിട്ട് മാത്രം നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഇതും ഡെഫിനറ്റായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ സ്റ്റുഡൻസിന് എസ് എക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ തരത്തിലുള്ള സോഴ്സസ് എല്ലാം തന്നെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഇനി അഡീഷണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം, കുറച്ചധികം പോയിൻറ്റ്സ്. അതിൽ ആദ്യത്തേത്, ഒരിക്കലും ഒരു എസ് എ ക്വസ്റ്റ്യൻസും ഒരു സബ് ക്വസ്റ്റ്യൻസും നിങ്ങൾ അൺആൻസേർഡ് ആയിട്ട് വിട്ടുകളയരുത്. ആൻസർ ചെയ്യാതെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഈവൻ നിങ്ങൾക്ക് അതിൻ്റെ പൂർണ്ണ ആൻസർ അറിയില്ലെങ്കിൽ, നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ അറിയില്ലെങ്കിൽ, നിങ്ങൾക്ക് അറിയാവുന്ന സബ് പോയിൻറ്റ്സ്, ഔട്ട്ലൈൻസ് നിങ്ങൾക്ക് എഴുതി വെക്കാം. ഒരു എക്സാമ്പിൾ പറയാം. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, എക്സ്പ്ലെയിൻ ദ ടൈപ്സ് ഓഫ് മെർജർ. നിങ്ങൾക്ക് അതിൻ്റെ പോയിൻറ്റ്സ് മാത്രമാണ് അറിയുന്നത്, എക്സ്പ്ലനേഷൻ അറിയില്ല എങ്കിൽ നിങ്ങൾക്ക് ആ പോയിൻറ്റ്സ് മാത്രം നോട്ട് ചെയ്യാം. അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ, എക്സ്പ്ലനേഷൻ അറിയില്ല,
നിങ്ങൾക്ക് പോയിന്റ്സ് അറിയെങ്കിൽ അത് മാത്രം നോട്ട് ചെയ്യാം. ഒരിക്കലും ഒരു കാരണവശാലും ഒരു എസ് എ ക്വസ്റ്റ്യൻസും സ്കിപ്പ് ചെയ്യരുത്. അറിയാവുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, പ്രസൻറ്റ് ചെയ്യുക. ഇത് ഒരിക്കലും മറന്നു പോകരുത്. CMA XA അറ്റൻഡ് ചെയ്യുമ്പോൾ ഗ്രാമർ അതില്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് നോളജ് ലെവൽ ഒരു പ്രശ്നമാണോ? ഡെഫിനറ്റ്ലി നോ. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഇംഗ്ലീഷ് നോളജോ നമ്മുടെ മെമ്മറി കപ്പാസിറ്റിയോ അല്ല, മറിച്ച് നമ്മുടെ അനലിറ്റിക്കൽ സ്കില്ലും ആപ്ലിക്കേഷൻ സ്കില്ലുമാണ്. അതുകൊണ്ട് എസ് എ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോൾ നമുക്കറിയാവുന്ന നമ്മുടെ വേർഡ്സിൽ എഴുതി വെച്ചാൽ മാത്രം മതി. യാതൊന്നും ബൈഹാർട്ട് ചെയ്യേണ്ടതോ അല്ലെങ്കിൽ ഒരു ഹൈ ലെവൽ ഗ്രാമർ അപ്ലൈ ചെയ്യേണ്ടതോ ആയിട്ടില്ല. പ്ലെയിൻ ആയിട്ടുള്ള ഇംഗ്ലീഷ് യൂസ് ചെയ്യാം, പ്ലെയിൻ സെൻറ്റൻസ് യൂസ് ചെയ്യാം, ബുള്ളറ്റ് പോയിൻറ്റ്സ് യൂസ് ചെയ്യാം. ഇങ്ങനെ ചെയ്താൽ തന്നെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. എപ്പോഴും ചിന്തിക്കണം, അനലിറ്റിക്കൽ സ്കിൽസ്, ആ സിനാരിയോ വായിച്ചിട്ട് അതിന് ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യുക, അത് ബെറ്ററായിട്ട് പ്രസൻറ്റ് ചെയ്യുക, ക്വസ്റ്റ്യൻസിലുള്ള വേർബ്സ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുക, ടൈം മാനേജ് ചെയ്യുക. ഇതൊക്കെയാണ് എസ് എ എക്സാമിൽ ക്രൂഷ്യലായിട്ടുള്ള പോയിൻറ്റ്സ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യയുടെ CMA USA ക്ലാസ്സുകളിൽ എസ് എ എക്സാമിന് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് പ്രിപ്പറേഷൻസ്, ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് എല്ലാം തന്നെ കണ്ടക്ട് ചെയ്ത് വരുന്നുണ്ട്. ഈ ചെയ്യുന്ന കാര്യം ഡെഫിനറ്റായിട്ട് സ്റ്റുഡൻസിന് CMAയുടെ എസ് എ പാർട്ട് ക്രാക്ക് ചെയ്യാൻ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ CMA എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് തീർച്ചയായും ഞാൻ ഈ പറഞ്ഞ എല്ലാ പോയിൻറ്റ്സും ഇമ്പോർട്ടൻസ് കൊടുക്കണം, മനസ്സിലാക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും എസ് എ എക്സാം ബെറ്ററായിട്ട് നല്ല മാർക്കോട് എഴുതാനും പാസ്സാവാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്കുള്ള ഡൗട്ട്സും ക്ലാരിഫിക്കേഷനും കമൻറ്റിൽ ചോദിക്കാം. അതനുസരിച്ച് ഇതിനെക്കുറിച്ച് കൂടുതൽ വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. So, bye all. Thank you for watching. Signing off.